ഹായ് മക്കളെ, ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം റീ നീറ്റ് കൗണ്ട് ഡൗൺ 2026 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 ബയോളജിയിലെ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് എന്നൊരു ചാപ്റ്റർ ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് സ്ട്രേറ്റ് ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ടിഷ്യൂ കൾച്ചർ ഈസ് ഓർ ആർ കറക്റ്റ്? മക്കളെ, തുടക്കത്തിൽ ടിഷ്യൂ കൾച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് അല്ലെ. ടിഷ്യൂ കൾച്ചർ ഉണ്ട്, അതിന്റെ അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള മെരിസ്റ്റം കൾച്ചർ, അതേപോലെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് NCERT നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, ഹോൾ പ്ലാന്റ്സ് ക്യാൻ ബി റീജനറേറ്റഡ് ഫ്രം എക്സ്പ്ലാന്റ്. അല്ലെ മക്കളെ, അവിടെ 2 പോയിന്റ് കിട്ടി. വാട്ട് ഈസ് എക്സ്പ്ലാന്റ്? എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത് എനി പ്ലാന്റ് പാർട്ട് വിത്ത് വിച്ച് ദ ടിഷ്യൂ കൾച്ചർ ബിഗിൻസ് എന്ന് പറയാം. ശരിയല്ലേ? ടിഷ്യൂ കൾച്ചറിന് വേണ്ടി നമ്മൾ എടുക്കുന്ന എക്സ്പ്ലാന്റ്, ആ പ്ലാന്റ് പാർട്ട് ഏതാണോ, പ്ലാന്റ് മെറ്റീരിയൽ ഏതാണോ, that is known as explant. ഈ എക്സ്പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഏത് ഡെവലപ്പ് ചെയ്യുന്നത്? യെസ്, എന്താണ്? എ മാസ് ഓഫ് അൺഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂ, that is known as callus. അല്ലേ? that is known as callus. അപ്പൊ എക്സ്പ്ലാന്റിൽ നിന്ന് കാലസ് പിന്നെ നമ്മൾ സബ് കൾച്ചർ ചെയ്യും, അങ്ങനെ നമുക്ക് പുതിയൊരു പ്ലാന്റ് കിട്ടും. അല്ലേ? ശരിയല്ലേ? Then second statement, totipotency is the ability of a cell to generate a whole plant. Yes, that is the capacity of plant cell. അല്ലെ? കപ്പാസിറ്റി ഓഫ് പ്ലാന്റ് സെൽ. ഏതൊരു സെൽ എടുത്താലും നമുക്ക് അതിൽ നിന്ന് ഒരു പുതിയ പ്ലാന്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഐഡന്റിക്കൽ ആയിരിക്കും, ബോത്ത് മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. യെസ്, അങ്ങനെയുള്ള പ്ലാന്റിനെ നമ്മൾ എന്ത് പറയും മക്കളെ? ദാറ്റ് ഈസ് നോൺ ആസ് സൊമാക്ലോൺ. അല്ലേ? അതായത് ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ടിഷ്യൂ കൾച്ചർ ആർ നോൺ ആസ് സൊമാക്ലോൺസ് എന്ന് നമുക്ക് പറയാം, ബിക്കോസ് ദേ ആർ ഐഡന്റിക്കൽ ടു ദ പാരന്റ്. Then the method of producing thousands of plants through tissue culture is called micropropagation. നമുക്ക് ടിഷ്യൂ കൾച്ചറിലൂടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ അല്ലെ പ്ലാന്റ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ആ മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? മൈക്രോ പ്രൊപ്പഗേഷൻ. ഇത് മാത്രം ഒരു നീറ്റ് PYQ ആണ്. മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിംഗ് thousands of plants through tissue culture is called micro propagation. Then regarding the nutrient medium ആണ്. ന്യൂട്രിയൻ മീഡിയത്തിൽ ഓക്സിൻ ആൻഡ് സൈറ്റോകൈനിൻ ആർ യൂസ്ഡ് ഇൻ ന്യൂട്രിയൻ മീഡിയം. യെസ്, ദീസ് ടു ആർ ടു PGR അല്ലെ, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. അത് നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ ന്യൂട്രിയൻ മീഡിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓക്സിൻ ഈസ് യൂസ്ഡ് ആസ്, യെസ്, ഏതാണ്? റൂട്ടിംഗ് ഹോർമോൺ ആണ്, ടു ഇനിഷിയേറ്റ് റൂട്ടിംഗ് ആണ്. അതേപോലെ സൈറ്റോകൈനിൻ ഈസ് യൂസ്ഡ് ആസ് ഷൂട്ടിംഗ് ഹോർമോൺ ആണ്. അല്ലേ? ഷൂട്ടിംഗ് ഹോർമോൺ ആണ്, ടു പ്രൊമോട്ട് ഷൂട്ടിംഗ് ആണ്, ഷൂട്ട് ഫോർമേഷൻ ആണ്. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം അല്ലേ ശരിയാണ്, ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇല്ല. സോ ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു? കാലസ് അല്ലെ, എക്സ്പ്ലാന്റ് പഠിച്ചു, കാലസ് പഠിച്ചു അല്ലെ, ടോട്ടിപൊട്ടൻസി, then സൊമാക്ലോൺ, then മൈക്രോ പ്രൊപ്പഗേഷൻ, then the relevance of the use of auxin and cytokinin in the nutrient medium. അല്ലെ, ഇത്രയുമാണ് ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മക്കളെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ബേസ്ഡ് ഓൺ മെരിസ്റ്റം കൾച്ചർ ആണ്. മെരിസ്റ്റംസ് ആർ കോമൺലി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വൈറസ് ഫ്രീ പ്ലാന്റ്സ്. വൈറസ് ഫ്രീ പ്ലാന്റ്, നല്ലൊരു എന്താണ്, ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്, പക്ഷെ അതിന് വൈറൽ ഡിസീസ് വന്നു പോയി. അതിനകത്ത് നിന്ന് ഡിസീസ് ഇല്ലാത്ത എന്നാൽ ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള നൂറുകണക്കിന് പ്ലാന്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഏതിലൂടെ? മെരിസ്റ്റം കൾച്ചറിലൂടെ. ബിക്കോസ് വി ഷുഡ് യൂസ് മെരിസ്റ്റം ആസ് ദി എക്സ്പ്ലാന്റ്. ഏത് എക്സ്പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യണം? മെരിസ്റ്റം. ഏത് മെരിസ്റ്റമാണ്? ദാറ്റ് വാസ് അനദർ നീഡ് ടു PYQ. ഏതാണ് വൈറസ് ഫ്രീ പ്ലാന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. മെരിസ്റ്റം. ഏതൊക്കെ മെരിസ്റ്റം ഉണ്ട്? ബോത്ത് എപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് ആക്സിലറി മെരിസ്റ്റം. അല്ലേ? ബോത്ത് എപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് ആക്സിലറി മെരിസ്റ്റംസ് ആർ യൂസ്ഡ് ആസ് എക്സ്പ്ലാന്റ് ഫോർ ദ ജനറേഷൻ ഓഫ് ഏതാണ്? വൈറസ് ഫ്രീ പ്ലാന്റ്. ഇനി എന്തുകൊണ്ടാണ് മെരിസ്റ്റം വൈറസ് ഫ്രീ പ്ലാന്റ് ജനറേറ്റ് ചെയ്യാൻ ഒരു എക്സ്പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? റീസൺ ആണോ എന്ന് നോക്കാം. Virus generally fail to infect apical and axillary meristem. Yes, correct reasoning ആണ്. Meristem remain free from viral attack. That is why we use meristem as the explant to generate virus free plant. ശരിയല്ലേ? Because അതിന്റെ റീസൺ നമുക്കറിയാം. Meristems lack vasculature. മെരിസ്റ്റത്തിന് ഏതില്ല? വാസ്കുലാർ ടിഷ്യൂമായിട്ടുള്ള കണക്ഷൻ ഇല്ല. അല്ലേ? അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഏതിനുണ്ട്? മെരിസ്റ്റത്തിനുണ്ട്. അപ്പൊ കറക്റ്റ് റീസണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻ 1 ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. അപ്പോൾ എന്താണ് മെരിസ്റ്റം കൾച്ചർ? അതിൽ എക്സ്പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെ മെരിസ്റ്റം ആണ്? അപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്, ആക്സിലറി മെരിസ്റ്റം ഉണ്ട്. എന്തിനാണ് മെരിസ്റ്റം കൾച്ചർ? ടു പ്രൊഡ്യൂസ് വൈറസ് ഫ്രീ പ്ലാന്റ്സ്. അല്ലെ? എന്തുകൊണ്ടാണ് മെരിസ്റ്റം കൾച്ചറിൽ മെരിസ്റ്റം എക്സ്പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വൈറസ് ഫ്രീ പ്ലാന്റ് ജനറേറ്റ് ചെയ്യാൻ? ബിക്കോസ് മെരിസ്റ്റം റിമെയിൻ ഫ്രീ ഫ്രം വൈറൽ അറ്റാക്ക്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഇൻ സൊമാറ്റോ ഹൈബ്രിഡൈസേഷൻ? സൊമാറ്റോ ഹൈബ്രിഡൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മക്കൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും, ഈ വർഷം നീറ്റ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത് അല്ലെ. ഈ വർഷം നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടതാണ് സൊമാറ്റോ ഹൈബ്രിഡൈസേഷനെ ബേസ് ചെയ്തിട്ട്. സോ സൊമാറ്റോ ഹൈബ്രിഡൈസേഷൻ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രോട്ടോപ്ലാസ്റ്റ് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശരിയല്ലേ? പ്രോട്ടോപ്ലാസ്റ്റ് ഐസൊലേറ്റ് ചെയ്യുക. അതിന് എന്ത് വേണം? സെൽ വാൾ ഡൈജസ്റ്റ് ചെയ്യണം. സെൽ വാൾ ഡൈജഷൻ. സെൽ വാൾ ഡൈജഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോട്ടോപ്ലാസ്റ്റ് ഐസൊലേഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രോട്ടോപ്ലാസ്റ്റ് ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ ആണ്. അപ്പൊ ആദ്യം സെൽ വാൾ ഡൈജഷൻ. സെൽ വാൾ ഡൈജസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോട്ടോപ്ലാസ്റ്റ് കിട്ടും. വാട്ട് ഈസ് പ്രോട്ടോപ്ലാസ്റ്റ്? പ്ലാന്റ് സെൽ വിത്തൗട്ട് സെൽ വാൾ. പ്ലാന്റ് സെൽ വിത്തൗട്ട് സെൽ വാൾ. അതിന്റെ സെൽ വാൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. NCERTയുടെ എക്സാമ്പിളും മക്കൾ ഓർക്കുന്നുണ്ടാവും. ഏതാണ്? പൊമാറ്റോ അല്ലെ. പൊട്ടറ്റോയുടെ പോയും ടൊമാറ്റോയുടെ മാറ്റോയും ചേർത്തിട്ട്, അതായത് പൊട്ടറ്റോയുടെ പ്രോട്ടോപ്ലാസ്റ്റും ടൊമാറ്റോയുടെ പ്രോട്ടോപ്ലാസ്റ്റും അല്ലെ ഫ്യൂസ് ചെയ്തിട്ടുള്ള സൊമാറ്റോ ഹൈബ്രിഡിന്റെ പേരാണ് എന്ത്? പൊമാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ സെൽ വാൾ ഡൈജഷൻ, then protoplast isolation and protoplast fusion. A fused product that is known as somatic hybrid അല്ലെ. അങ്ങനെയാണ് നമുക്ക് somatic hybrid കിട്ടുന്നത്. Then അടുത്ത ചോദ്യം, അപ്പോൾ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, മെരിസ്റ്റം കൾച്ചർ, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 3 സ്ലൈഡുകളിൽ കണ്ടത്. അടുത്തത് നെക്സ്റ്റ് ഏരിയ ഏതാണ്? അപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ അഗ്രികൾച്ചർ. അതിലാദ്യം BT കോട്ടൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. Insecticidal protein produced by Bacillus thuringiensis becomes active due to, ആക്റ്റീവ് ആവുന്ന എപ്പോഴാണ്? ആൽക്കലൈൻ pH ഓഫ് ദി ഇൻസെക്ട് ഗട്ട് അല്ലെ. ആൽക്കലൈൻ pH ഓഫ് ദി ഇൻസെക്ട് ഗട്ട്. ഇതിനെ ബേസ് ചെയ്ത് വേറെയും, ഇതൊരു നീറ്റ് PYQ ആണ്. ഇത് ഒരു തവണ ചോദിച്ചതല്ല, 2 or 3 തവണ നമുക്കൊരു 10 വർഷത്തെ നീറ്റ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ കാണാം. അതിനെ ബേസ് ചെയ്ത് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട്. വൈ, എന്തുകൊണ്ടാണ് ഈ ഒരു ടോക്സിൻ ബാസില്ലസ് തുറിഞ്ചിയൻസിനെ അഫക്ട് ചെയ്യാത്തത്, അതിന് ഹാംഫുൾ ആവാത്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് റിമെയിൻ ആസ് ഇനാക്റ്റീവ് പ്രോടോക്സിൻ അല്ലെ. അതൊരു ഇനാക്റ്റീവ് ടോക്സിൻ ആയിട്ടാണ് ഇവിടെ ഉള്ളത്, ബാസില്ലസിൽ ഉള്ളത്. അപ്പൊ ഇൻസെക്ട് അത് ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഇൻസെക്ട് അത് ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഗട്ടില് ആൽക്കലൈൻ pHൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇനാക്റ്റീവ് പ്രോടോക്സിൻ ആക്റ്റീവ് ടോക്സിൻ അല്ലെ. ഇറ്റ് സൊല്യൂബിലൈസസ് ദ ക്രിസ്റ്റൽസ് അല്ലെ. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ ദാറ്റ് കിൽസ് ദി ഇൻസെക്ട് പെസ്റ്റ് അല്ലെ. ബോൾവർം ചത്തുപോകുന്നു. ശരിയല്ലേ മക്കളെ? ദെൻ അടുത്ത ചോദ്യം അഗൈൻ BT കോട്ടനെ ബേസ് ചെയ്ത് തന്നെയാണ്. അതിന്റെ ക്രൈ ജീൻ, ക്രിസ്റ്റൽ പ്രോട്ടീൻ കോഡ് ചെയ്യുന്ന ക്രൈ ജീൻ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. Cry1AC, Cry1AB, Cry1AC codes for, Cry1AC ഏതാണ് മക്കളെ? കോട്ടൺ ബോൾവർം ആണ് അല്ലെ. Cry1AC യും അതേപോലെ Cry2AB യും that codes for that is used against cotton bollworm ആണ്. സോ A2 എന്ന് വരണം. A2 എന്ന് പറയുന്ന 2 ഓപ്ഷൻ ഉണ്ട് അല്ലെ. Cry1AB യൂസ്ഡ് അഗെയിൻസ്റ്റ് കോൺ ബോറർ ആണ്. കോൺ ബോറർ. സോ B1, A2 വരണം, B1 വരണം. അപ്പോൾ ഓപ്ഷൻ കിട്ടി. ഏതാണ്? ഓപ്ഷൻ 1. BT ടോക്സിൻ 3 ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോടോക്സിൻ ഫോം. പ്രോടോക്സിൻ ഫോമിൽ ഇനാക്റ്റീവ് ടോക്സിൻ ആയിട്ടാണ് ഇവിടെ ഉള്ളത്, ബാസില്ലസിലുള്ളത്. ശരിയല്ലേ? ഇനാക്റ്റീവ് ടോക്സിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രോടോക്സിൻ എന്ന് വിളിക്കുന്നത്. ദെൻ ആക്ടിവേറ്റഡ് ടോക്സിൻ. ആക്ടിവേറ്റഡ് ടോക്സിൻ എവിടെ നിന്നാണ് ആക്ടിവേറ്റഡ് ആവുന്നത്? ഇൻസെക്ടിന്റെ മിഡ് ഗട്ടില്, ആൽക്കലൈൻ pHൽ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ബൈൻഡ്സ് ടു, അതാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് ക്രിയേറ്റ്സ് പോസ് അല്ലെ. മിഡ് ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ പോർ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ സെൽ സ്വെല്ലിംഗ്, ലൈസിസ്, ഡെത്ത് ഓഫ് ദി ഇൻസെക്ട് അല്ലെ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്, നമുക്ക് അറിയാം. സോ D4. സോ ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ചോയ്സ് ഹിയർ. അപ്പോൾ ഇവിടെ ഇപ്പൊ Cry1AC കോട്ടൺ ബോൾവർം ആണെന്ന് പറഞ്ഞു, Cry1AB കോൺ ബോറർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ചോയ്സ് ഓഫ് ദ ജീൻ, ഏത് ജീൻ ആണ് ഉപയോഗിക്കേണ്ടത് എന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 2 തിങ്സ്. ഏതിനൊക്കെയാണ്? 2 തിങ്സ്. ഏതൊക്കെയാണ്? ഒന്ന് ക്രോപ്പ്, മറ്റൊന്ന് പെസ്റ്റ്. അപ്പൊ ചോയ്സ് ഓഫ് ജീൻസ് ഡിപ്പെൻഡ്സ് ഓൺ 2 തിങ്സ്. കൃത്യമായിട്ട് ആ പാരഗ്രാഫില് NCERT തന്നിട്ടുണ്ട്. ഇതുവരെ നീറ്റ് ചോദിച്ചിട്ടില്ലാത്ത ഒരേ ഒരു ലൈനേ ആ പാരഗ്രാഫിൽ ഉള്ളൂ, അത് ഇതാണ്. ചോയ്സ് ഓഫ് ദ ജീൻ ഡിപ്പെൻഡ്സ് ഓൺ 2 തിങ്സ്. ഏതൊക്കെയാണ് മക്കളെ 2 തിങ്സ്? ഒന്ന് ടാർഗറ്റഡ് പെസ്റ്റ്. ഏത് പെസ്റ്റിനെതിരെയാണ്? ബോൾവർമിനെതിരെയാണോ? അല്ല, ബോറർ, കോൺ ബോറർക്കെതിരെയാണോ? മനസ്സിലായി? ഏത് പെസ്റ്റിനെതിരെയാണ് ഉപയോഗിക്കുന്നത്? മറ്റൊന്ന് ഏത് ക്രോപ്പിലാണ്? കോൺ ആണോ അതല്ല കോട്ടൺ ആണോ? ഓക്കെ. അപ്പൊ ചോയ്സ് ഓഫ് ദ ജീൻ ഡിപ്പെൻഡ്സ് ഓൺ 2 തിങ്സ്. വൺ ഈസ് ദി ക്രോപ്പ്, സെക്കൻഡ് ഈസ് ദി ടാർഗറ്റഡ് പെസ്റ്റ്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിന്, ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ RNAi. അഗ്രികൾച്ചറിൽ ബയോടെക്നോളജിയുടെ മറ്റൊരു അപ്ലിക്കേഷൻ ആണ് അല്ലെ. ഏതാണ്? ട്രാൻസ്ജെനിക് ആയിട്ടുള്ള, പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും.
അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇപ്പൊ ടൊബാക്കോ പ്ലാന്റിനെ അതിന്റെ ടൊബാക്കോ പ്ലാന്റ് റൂട്ടിനെ അഫക്ട് ചെയ്യുന്ന ഒരു പെസ്റ്റ് ആണ് ഇത്, ഒരു നെമാറ്റോഡ് അല്ലെ. നമുക്കറിയാം റൂട്ട് നോട്ട് നെമാറ്റോഡ്. അപ്പൊ ആ നെമാറ്റോഡ് റെസിസ്റ്റന്റ് പ്ലാന്റ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ RNAi എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. RNAi ഇൻവോൾവ് സൈലൻസിങ് ഓഫ് സ്പെസിഫിക് mRNA. യെസ്, RNA ഇന്റർഫിയറൻസ് എന്ന് വിളിക്കാം, അതല്ലെങ്കിൽ ജീൻ സൈലൻസിങ് എന്ന് വിളിക്കാം. കാരണം എന്തുകൊണ്ടാണ്? DNA എക്സ്പ്രസ് ചെയ്യുന്ന DNA, mRNA, പ്രോട്ടീൻ. ഇവിടെ mRNA സൈലൻസർ ആണ്, അത് പ്രോട്ടീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല, സോ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ജീൻ സൈലൻസിങ് എന്ന് കൂടെ വിളിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഡബിൾ സ്റ്റാൻഡേർഡ് RNA പ്രിവെന്റ്സ് ട്രാൻസ്ലേഷൻ ഓഫ് ദി ടാർഗറ്റ് mRNA. RNAiൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഡബിൾ സ്റ്റാൻഡേർഡ് കോംപ്ലിമെന്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഈസ് യൂസ്ഡ് ഫോർ ജീൻ സൈലൻസിങ് അല്ലെ. അവിടെ mRNAയുടെ എക്സ്പ്രഷൻ ബ്ലോക്ക് ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ്? കോംപ്ലിമെന്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. സോ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഇനിഷിയേറ്റ്സ് RNAi എന്ന് പറയാം. അത് മാത്രമായിട്ട് ഒരു നീഡ് ടു PYQ ആയിരുന്നു. RNAയിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഈസ് യൂസ്ഡ് ടു ഇനിഷിയേറ്റ് RNAi, അല്ലെങ്കിൽ ഫോർ ജീൻ സൈലൻസിങ് എന്ന് പറയാം. മൂന്നാമത്തെ സെന്റൻസ്, RNAi occurs only in prokaryotes. തെറ്റാണ്. പ്രൊകാരിയോട്സിൽ RNAi ഇല്ല. RNAi ഉള്ളത് എവിടെയാണ്? RNAi ഉള്ളത് യൂകാരിയോട്സിലാണ്. RNA ഇന്റർഫിയറൻസിന്റെ മെക്കാനിസം അതിനെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒത്തിരി എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് എല്ലാം ഉള്ളത് എവിടെയാണ്? യൂകാരിയോട്സിലാണ്. സോ ഇറ്റ്സ് എ സെല്ലുലാർ മെക്കാനിസം അല്ലെ, സെല്ലുലാർ ഡിഫൻസ് മെക്കാനിസം ഇൻ യൂകാരിയോട്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ആസ് സച്ച് RNAi അതേപോലെ എവിടെ ഇല്ല? പ്രൊകാരിയോട്ടിൽ ഇല്ല. അപ്പോൾ അത് തെറ്റാണ്. ഇനി നാലാമത്തെ സെന്റൻസ്, RNA ആക്ട് ആസ് എ സെല്ലുലാർ ഡിഫൻസ് മെക്കാനിസം. ശരിയാണ്, സെല്ലുലാർ ഡിഫൻസ് മെക്കാനിസം ആണ്. ഇപ്പൊ വൈറസ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ വൈറൽ RNA ഉപയോഗിച്ച് വൈറസിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. വൈറൽ RNA തന്നെ അതിന്റെ എക്സ്പ്രഷൻ തന്നെ ബ്ലോക്ക് ചെയ്യുന്നു, വൈറസിനെ നശിപ്പിക്കുന്നു. അതല്ലെങ്കിൽ ട്രാൻസ്പോസോൺ, മക്കൾ ഓർക്കുന്നുണ്ടാവും അല്ലെ, ഫസ്റ്റ് പാരഗ്രാഫിൽ ട്രാൻസ്പോസോൺ, ജമ്പിംഗ് ജീൻ അല്ലെങ്കിൽ ട്രാൻസ്പോസോണിന്റെ RNA ഉപയോഗിച്ചിട്ട് ട്രാൻസ്പോസോണിനെ തന്നെ നശിപ്പിച്ച് കളയുന്നു. സോ ഇറ്റ്സ് എ സെല്ലുലാർ ഡിഫൻസ് നാച്ചുറലി ഓക്കർ ഇൻ യൂകാരിയോട്സ് അഗെയിൻസ്റ്റ് ടു തിങ്സ്. ഏതൊക്കെയാണ്? ഒന്ന് വൈറസ്, RNA വൈറസ് വരികയാണെങ്കിൽ കോംപ്ലിമെന്ററി RNA കിട്ടി, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഫോം ചെയ്യാം, RNA ഇനിഷ്യേറ്റ് ചെയ്യാം. മറ്റൊന്ന് ട്രാൻസ്പോസോൺ. എങ്ങനെയുള്ള ട്രാൻസ്പോസോൺ ദാറ്റ് റെപ്ലിക്കേറ്റ് വയ RNA ഇന്റർമീഡിയറ്റ്. അപ്പോഴും കോംപ്ലിമെന്ററി RNA കിട്ടി, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഫോം ചെയ്യാം, RNA ഇനിഷ്യേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ സെല്ലുലാർ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് രണ്ട് കോണ്ടെക്സ്റ്റിലാണ് RNAi വർക്ക് ചെയ്യുന്നത്. ആ കാര്യമാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ കൃത്യമായിട്ട് NCERT പറഞ്ഞു തരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സെന്റൻസ് ആണത്. അപ്പൊ അതിനകത്ത് 4 സെന്റൻസിൽ 3 ശരിയാണ്. A, B, D കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ചോയ്സ് ഹിയർ. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ നമുക്ക് ടൊബാക്കോ റെസിസ്റ്റന്റ് ആവുന്നത് എങ്ങനെയാണ്, RNA എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് NCERT പറയുന്നത്. നമുക്ക് നോക്കാം. RNAi can be triggered by virus having RNA genome. ശരിയാണ്, virus having RNA genome. ഇനി viral RNA may serve as source of complementary RNA. കറക്റ്റ് ആണ്. കോംപ്ലിമെന്ററി RNAയുടെ സോഴ്സ് ആവുന്നു വൈറൽ RNA. അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഫോം ചെയ്യുന്നു, ദാറ്റ് ഇനിഷിയേറ്റ്സ് RNAi. അപ്പോൾ അങ്ങനെയാണ് അത് ട്രിഗർ ചെയ്യുന്നത് എന്ന് പറയാം. കറക്റ്റ് റീസണിങ് ആണ്. RNAi ബേസ്ഡ് ആയിട്ടുള്ള ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ട് അല്ലെ, നാച്ചുറൽ ആയിട്ട് സെല്ലുലാർ ഡിഫൻസ് മെക്കാനിസത്തിൽ 2 കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. അതിലൊന്നാണ് ഈ വൈറൽ RNA. രണ്ടാമത്തെ ഏതാണ്? യെസ്, ട്രാൻസ്പോസോൺസ് ദാറ്റ് റെപ്ലിക്കേറ്റ് വയ RNA ഇന്റർമീഡിയറ്റ് ആണ് അല്ലെ. യെസ്. ദെൻ തൊട്ടടുത്ത പാരഗ്രാഫിൽ, രണ്ടാമത്തെ പാരഗ്രാഫിലാണ് നെമാറ്റോഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റിന്റെ റൂട്ടിനെ ഇൻഫെക്ട് ചെയ്യുന്ന അല്ലെ, റൂട്ട് നോട്ട് നെമാറ്റോഡ് അല്ലെ, മെലോയിഡിഗൈൻ ഇൻകോഗ്നീഷ്യ ഓർ ഇൻകോഗ്നിറ്റ. ഈ ഒരു നെമാറ്റോഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നെമാറ്റോഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നതാണ്. അഗ്രോബാക്ടീരിയം വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ പ്ലാന്റ് റെസിസ്റ്റന്റ് ആവുന്നത് എന്നതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മക്കളെ. അഗ്രോബാക്ടീരിയം വെക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് നെമാറ്റോഡ് സ്പെസിഫിക് ജീൻ ഇൻടു പ്ലാന്റ്സ്. ശരിയല്ലേ? നെമാറ്റോഡ് സ്പെസിഫിക് ജീൻ ആണ് ഏത് ഹോസ്റ്റ് പ്ലാന്റ് എന്ന് വെച്ചാൽ ടൊബാക്കോയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയുള്ള ജീനാണ് അതും ശ്രദ്ധിക്കണം. എങ്ങനെയുള്ള ജീനാണ്? നോർമൽ ജീൻ അതേപോലെയാണോ? അല്ല, ജനറ്റിക്കലി മാനിപ്പുലേറ്റഡ് ആണ്. എന്തിനു വേണ്ടിയാണ് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത്? ടു പ്രൊഡ്യൂസ് യെസ്
ഏതാണ്? Both sense and antisense RNA strands in the host plant. ശരിയല്ലേ? Sense strand normally from DNA only the sense strand will be transcribed, but here it will form both the sense strand and the complementary strand of the sense strand, that is called antisense strand. ശരിയല്ലേ? അപ്പൊ രണ്ടും പ്രൊഡ്യൂസ് ചെയ്യണം. അതിനുവേണ്ടി അതാണ് അടുത്ത സെന്റൻസ്. ഡബിൾ സ്റ്റാൻഡേർഡ് RNA is produced inside a host cell. അപ്പൊ സെൻസും ആന്റിസെൻസും കോംപ്ലിമെന്ററി ആയിരിക്കും. സോ ദാറ്റ് ഫോംസ് എ ഡബിൾ സ്റ്റാൻഡേർഡ് RNA. ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. ഡബിൾ സ്റ്റാൻഡേർഡ് RNA വന്നു കഴിഞ്ഞാൽ, ഡബിൾ സ്റ്റാൻഡേർഡ് RNA എവിടെ കണ്ടു കഴിഞ്ഞാലും അത് റെഡ് അലർട്ട് ആണ്. മനസ്സിലായോ? സോ അത് RNA-യിലേക്കുള്ള ഒരു തുടക്കമാണ്. അപ്പോൾ RNA സൈലൻസസ് നെമാറ്റോഡ് സ്പെസിഫിക് mRNA. നെമാറ്റോഡ് വന്നിട്ട് ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ നെമാറ്റോഡിന്റെ ബോഡിയിൽ ഏത് ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുമെന്നാ പറയുന്നത്? യെസ്, RNAi. അങ്ങനെ RNAi സൈലൻസസ് നെമാറ്റോഡ് സ്പെസിഫിക് mRNA. നെമാറ്റോഡിന്റെ mRNA സൈലൻസ് ചെയ്യും. സോ അതിന് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ സ്വാഭാവികമായിട്ടും ആ നെമാറ്റോഡിനെ അവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഡിസീസ് കോസ് ചെയ്യാൻ സാധിക്കില്ല. നെമാറ്റോഡ് വിൽ നോട്ട് ബി ഏബിൾ ടു സർവൈവ് ആൻഡ് ഇറ്റ് വിൽ ഡൈ. Plant gets protected. അല്ലേ? സോ പാരസൈറ്റ് സർവൈവൽ ഇൻക്രീസസ് അല്ല, പാരസൈറ്റ് സർവൈവൽ ഡിക്രീസസ്. ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു സർവൈവ്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്ലാന്റ് ഗെറ്റ്സ് പ്രൊട്ടക്റ്റഡ്. അല്ലേ? ശരിയല്ലേ? പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ് ആയിട്ട് അത് മാറിക്കഴിഞ്ഞു. സോ ഈ 4 സെന്റൻസിൽ 3 സെന്റൻസ് കറക്റ്റ് ആണ്, 4ാമത്തത് മാത്രമാണ് തെറ്റാവുന്നത്. അല്ലേ? സോ ABC ആർ കറക്റ്റ്. ഓപ്ഷൻ 1 ABC അല്ലെ, 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആവും. അപ്പോൾ അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസ് വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഡിസാംഡ് പാത്തോജൻ ആയിട്ടാണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബയോടെക് പ്രിൻസിപ്പിൾസിൽ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെ? അത്രയുമാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് വരുന്നത്, RNAi ബേസ്ഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ്, ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ ആണ്. അഗ്രികൾച്ചർ കഴിഞ്ഞാൽ മെഡിസിൻ ആണ്. മെഡിസിനിൽ ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡക്ഷനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് കാണുന്നത്. ഹ്യൂമൻ ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ RDNA ടെക്നോളജി ഈസ് സേഫർ ദാൻ അനിമൽ ഇൻസുലിൻ. RDNA ടെക്നോളജിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹ്യൂമൻ ഇൻസുലിൻ എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആണ്. അത് ഇറ്റ് ഇസ് സേഫർ ദാൻ അനിമൽ നോൺ ഹ്യൂമൻ സോഴ്സസ്. അല്ലെ? പഴയ കാലത്തൊക്കെ കാറ്റിലും പിഗും അല്ലെ, അങ്ങനെ നോൺ ഹ്യൂമൻ സോഴ്സ് അനിമൽസ് നിന്നാണ് ഏതെടുത്തിരുന്നത്? ഇൻസുലിൻ എടുത്തിരുന്നത്. അങ്ങനെയുള്ള ഇൻസുലിൻ ഇൻജെക്ട് ചെയ്യുമ്പോൾ എന്താണ് പ്രോബ്ലം? അത് ഉപയോഗിക്കുമ്പോൾ എന്താണ് പ്രോബ്ലം ഉണ്ടായിരുന്നത്? ചിലരിൽ അത് അലർജി, അല്ലെ, അതിന്റെ റിയാക്ഷൻസ്, അല്ലെ, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹ്യൂമൻ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ ആവുമ്പോൾ അങ്ങനെയുള്ള സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ല. അതാണ് അവിടെ പറയുന്ന റീസൺ. നമുക്ക് നോക്കാം. റീകോമ്പിനന്റ് തെറാപ്യൂട്ടിക്സ് ജനറലി ഡു നോട്ട് ഇൻഡ്യൂസ് അൺവാണ്ടഡ് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ്. അതുകൊണ്ടാണ് അത് സേഫർ എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്, കറക്റ്റ് റീസണിങ് ആണ് ഓപ്ഷൻ 1. അപ്പൊ എന്തുകൊണ്ടാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് അല്ലെങ്കിൽ റീകോമ്പിനന്റ് ഇൻസുലിൻ സേഫ് ആണ്, അനിമൽസിൽ നിന്ന് എടുക്കുന്ന കളക്ട് ചെയ്യുന്ന ഇൻസുലിനേക്കാൾ സേഫ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഡു നോട്ട് ഇൻഡ്യൂസ് അൺവാണ്ടഡ് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ്. അതിന്റെ കാരണം എന്താണ്? അത് ഐഡന്റിക്കൽ ആണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലെ, ഡെവലപ്പ് ചെയ്തത്? എലി ലില്ലി 1983 എന്ന് നമുക്കറിയാം. സോ ക്വസ്റ്റ്യൻ, അല്ലെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ 1. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അതിനെ ബേസ് ചെയ്ത് തന്നെയാണ്, ഇൻസുലിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ഒരു മാച്ച് ദ ഫോളോയിങ്. നോർമലി നമ്മൾ ഒരു മെച്യൂർ ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ മെച്യൂർ ഇൻസുലിൻ ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. മെച്യൂർ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ഹോർമോൺ ആണ്. മെച്യൂർ ഇൻസുലിൻ ആണ് ഫങ്ഷണൽ ഹോർമോൺ, അല്ലേ? ശരിയല്ലേ? കാരണം ഹ്യൂമൻ ബോഡിയിൽ നമുക്ക് ഇൻസുലിൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോ ഇൻസുലിൻ ആയിട്ടാണ്. പ്രോ ഇൻസുലിൻ ഇനാക്റ്റീവ് ആണ്. ഇറ്റ് വിൽ ഹാവ് 3 പെപ്റ്റൈഡ്. ഏതൊക്കെയാണ്? എ പെപ്റ്റൈഡ്, ബി പെപ്റ്റൈഡ്, സി പെപ്റ്റൈഡ്. അതിന്റെ മെച്ചുറേഷൻ ടൈമിൽ മെച്യൂർ ഇൻസുലിൻ ആയിട്ട് മാറുമ്പോൾ ഏത് റിമൂവ് ചെയ്യും? സി പെപ്റ്റൈഡ് വിൽ ബി റിമൂവ്ഡ്. ശരിയല്ലേ? സോ മെച്യൂർ ഇൻസുലിൻ നമുക്ക് ഫങ്ഷണൽ ഹോർമോൺ ആണെന്ന് പറയാം. സോ A3 ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ കിട്ടി, അല്ലേ? ഓപ്ഷൻ 1. ഈ വർഷം നീറ്റ്, അല്ലെ, ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മക്കളെ. മാച്ച് ദ ഫോളോയിങ്ങില് കുറെ മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു. പക്ഷെ മിക്കവാറും എല്ലാ മാച്ച് ദ ഫോളോയിങ്ങിലും ഇതേപോലെ സിംഗിൾ സ്റ്റെപ്പ് ആൻസർ ആയിരുന്നു, അല്ലെ? യെസ്. ഇനി സി പെപ്റ്റൈഡ് നമുക്ക് ഓപ്ഷൻ 1 മാച്ച് ചെയ്യാം. എന്താണ്? എക്സ്ട്രാ പെപ്റ്റൈഡ് ഇൻ പ്രോ ഇൻസുലിൻ ആണ്. മെച്യൂർ ഇൻസുലിൻ അതില്ല, മെച്ചുറേഷൻ ടൈമിൽ അത് റിമൂവ് ചെയ്യുന്നു. ദെൻ ചെയിൻ എ ആൻഡ് ബി നമുക്ക് 4 മാച്ച് ചെയ്യാം. എന്താണ്? 2 പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്. മെച്യൂർ ഇൻസുലിന് ബാക്കിയാവുന്ന 2 പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ് ഇത്, ചെയിൻ എ ആൻഡ് ചെയിൻ ബി. ദീസ് 2 ആർ കണക്റ്റഡ് ബൈ ഏത് ലിങ്കേജ് ആണ്? ഡൈസൾഫൈഡ് ബോണ്ട് ആണ്, ഡൈസൾഫൈഡ് ലിങ്കേജ് ആണ്, അല്ലെ? സോ ഇൻസുലിൻ സ്ട്രക്ചർ നമുക്ക് 2 ആയിട്ട് ഡൈസൾഫൈഡ് ലിങ്കേജ്. അപ്പൊ ഇത്രയുമാണ് വരുന്നത്. സോ ഓപ്ഷൻ 1 ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. ഇനി
ഇപ്പൊ നമ്മുടെ ബോഡിയിൽ നാച്ചുറലായിട്ട് ഇൻസുലിൻ ഫോം ചെയ്യുമ്പോഴാണ് ആദ്യം പ്രോ ഇൻസുലിൻ ഉണ്ടാവുന്നു, അതിൽ നിന്ന് സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്തിട്ട് ഫങ്ഷണൽ ഇൻസുലിൻ ആവുന്നു എന്ന് പറയുന്നത്. പക്ഷേ എലി ലില്ലി 1983 ഡെവലപ്പ് ചെയ്ത ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ഏത് ഫോം ചെയ്തിരുന്നില്ല? സി പെപ്റ്റൈഡ് ഫോം ചെയ്തിരുന്നില്ല. എങ്ങനെയായിരുന്നു അത്? അതാണ് അവിടെ പറയുന്നത്. അസേർഷൻ A and B chains of insulin were produced separately in E. coli. ശരിയല്ലേ? E. coli എന്ന് പറയുമ്പോൾ ഏതാണ്? ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ ആണ്. അപ്പൊ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ മാനുഫാക്ചർ ചെയ്തപ്പോൾ, ഡെവലപ്പ് ചെയ്തപ്പോൾ എ പെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്ന DNA സീക്വൻസ് എടുത്തു, അത് വെക്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് RDNA ഡെവലപ്പ് ചെയ്തു. ശരിയല്ലേ? എന്നിട്ട് അത് E. coli കൊടുത്തു, E. coli അത് എക്സ്പ്രസ് ചെയ്തു. സോ E. coli ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്തു ഏത്? എ പെപ്റ്റൈഡ്. ഇതേപോലെ ബി പെപ്റ്റൈഡ് കോഡ് ചെയ്യുന്ന DNA സീക്വൻസ് എടുത്തു, അത് അഗൈൻ വെക്ടർ കമ്പൈൻ ചെയ്തു, RDNA ഫോം ചെയ്തു, അത് E. coli കൊടുത്തു. അവിടെ ബി പെപ്റ്റൈഡ് മാത്രം ഡെവലപ്പ് ചെയ്തു. അപ്പൊ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും ഈ സെപ്പറേറ്റ്ലി ആണ് ഇത് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് വിൽ ബി അസംബിൾഡ് ഇൻ ടു ഫൈനൽ പ്രൊഡക്റ്റ്, അതായത് ഡൈസൾഫൈഡ് ലിങ്കേജ് ഫോം ചെയ്തിട്ട് നമുക്ക് ഇൻസുലിൻ, ഫങ്ഷണൽ ഇൻസുലിൻ ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി റീസൺ സി പെപ്റ്റൈഡ് ഇസ് നോട്ട് ഫോംഡ് ഡ്യൂറിങ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ പ്രൊഡക്ഷൻ. അതും ശരിയാണ്. സി പെപ്റ്റൈഡ് ഫോം ചെയ്യുന്നില്ല. ഫോം ചെയ്യുന്നുണ്ടോ? അതും ശരിയാണ്. അപ്പൊ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും സെപ്പറേറ്റ്ലി ഡെവലപ്പ് ചെയ്തു എന്നുള്ളതും ശരിയാണ്. സി പെപ്റ്റൈഡ് ഫോം ചെയ്യുന്നില്ല എന്നുള്ളതും ശരിയാണ്. രണ്ടും ശരിയാണെന്ന് മാത്രം, ഒന്ന് മറ്റൊന്നിന്റെ റീസൺ ആവുന്നില്ല. എ പെപ്റ്റൈഡ് ആൻഡ് ബി പെപ്റ്റൈഡ് were produced separately in E. coli. യെസ്, സെപ്പറേറ്റ്ലി അത് ഡെവലപ്പ് ചെയ്തു, എന്നിട്ട് അത് ക്ലബ് ചെയ്തു, അത് മാത്രമാണ്. സി പെപ്റ്റൈഡ് ഫോം ചെയ്യുന്നില്ല എന്നുള്ളതും ശരിയാണ്, അല്ലേ? യെസ്, രണ്ടും ശരിയാണ്. പക്ഷെ എന്താവുന്നില്ല? എക്സ്പ്ലനേഷൻ ആവുന്നില്ല എന്ന് മാത്രം. സോ ഓപ്ഷൻ 2 കൊടുക്കാം നമുക്ക്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ എ എന്ന് നമുക്ക് പറയാം. അപ്പോൾ പിന്നെ എന്താണ് ഇതിന്റെ കറക്റ്റ് റീസൺ ആയിട്ട് വരിക? എ ആൻഡ് ബി ചെയിൻസ് സെപ്പറേറ്റ്ലി എലി ലില്ലി എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ അവരുടെ സയന്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ കാരണം എന്താണ്? അതിന്റെ കാരണം E. coli ഇതിനെ പ്രോസസ് ചെയ്യുന്ന പ്രോ ഇൻസുലിനെ ഇൻസുലിനായിട്ട് പ്രോസസ് ചെയ്യുന്ന മെഷീനറി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് സെപ്പറേറ്റ്ലി മാനുഫാക്ചർ ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദി എക്സ്പ്ലനേഷൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജീൻ തെറാപ്പി മെഡിസിനിൽ, അല്ലെ? ബയോടെക്നോളജി ആപ്ലിക്കേഷൻ ഇൻ മെഡിസിനിൽ ഇൻസുലിൻ കഴിഞ്ഞ അടുത്തതാണ് ഏത്? ജീൻ തെറാപ്പി. അപ്പൊ ജീൻ തെറാപ്പിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓർക്കുന്നുണ്ടാവും നിങ്ങൾ 1990. ഹ്യൂമൻ ഇൻസുലിൻ ഓർക്കേണ്ടത് ഏതാണ്? 1983 ആണ്. ജീൻ തെറാപ്പി 1990 ആണ്. 1990. 4-year-old ഗേൾ, അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ജീൻ തെറാപ്പി അറ്റംപ്റ്റ്സ് കറക്ഷൻ ഓഫ് ജീൻ ഡിഫക്ട്. ശരിയല്ലേ? ജീൻ ഡിഫക്ട് കറക്റ്റ് ചെയ്യുന്നു. ഫങ്ഷണൽ ജീൻസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു പേഷ്യന്റ് സെൽസ്. ശരിയാണ്, ഫങ്ഷണൽ ജീൻ. കാരണം ഡിഫക്റ്റീവ് ജീനിനെ റീപ്ലേസ് ചെയ്യാൻ അതിന് പകരം എന്ത് കൊടുക്കുന്നു? ഫങ്ഷണൽ ജീൻ കൊടുക്കുന്നു. Then ADA deficiency affects immune system. ADA, adenosine deaminase എന്ന് പറയുന്ന എൻസൈം ആബ്സെന്റ് ആണെങ്കിൽ അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നു, അല്ലെ? ഡിസ്ഫങ്ഷൻ ആണ്. കാരണം ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അത്യാവശ്യമുള്ള എൻസൈം ആണ് ഇത് അഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്നത്. Then gene therapy always gives permanent cure. അത് തെറ്റാണ്. കാരണം ജീൻ തെറാപ്പി ഏർലി എംബ്രിയോണിക് സ്റ്റേജിലൊക്കെ കൊടുക്കുകയാണെങ്കിലാണ് ഒരു പെർമനന്റ് ക്യൂർ എന്ന് പറയാൻ പറ്റുക. അതല്ലെങ്കിൽ ഇപ്പോൾ ADA ഡെഫിഷ്യൻസിയുടെ കേസിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലിംഫോസൈറ്റ്സ് ഇമ്മോർട്ടൽ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ഇൻഫ്യൂഷൻ ഈസ് റിക്വയർഡ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പെർമനന്റ് ക്യൂർ അല്ല. പെർമനന്റ് ക്യൂർ ആവണമെങ്കിൽ ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ നടക്കുന്ന ജീൻ തെറാപ്പി ആയിരിക്കണം, അല്ലെ? സോ A, B, C are correct. Option 1 is the right choice here. Move on to the next question, that is again based on ADA deficiency gene therapy. ADA stands for adenosine deaminase, അല്ലെ? ആ എൻസൈമിന്റെ പേരാണത്. ഇനി ഫങ്ഷണൽ ADA cDNA is introduced into lymphocytes. ഏതാണ് കൊടുക്കുന്നത്? cDNA ആണ് കൊടുക്കുന്നത് into lymphocytes. അതായത് പേഷ്യന്റിന്റെ lymphocytes will be taken out and that will be cultured in the laboratory. ശരിയല്ലേ? അതിനകത്തേക്ക് ഏത് വെക്ടർ ഉപയോഗിച്ചിട്ട്? റിട്രോവൈറസ്. അനിമൽ സെൽസിലേക്ക് ജീൻ ട്രാൻസ്ഫർ ഉപയോഗിക്കുന്ന വെക്ടർ ഏതാണ്? റിട്രോവൈറസ് ആണ്. ശരിയല്ലേ? റിട്രോവൈറസ്. യെസ്, അതാണ് അടുത്ത സെന്റൻസ്. ഡിസാംഡ് പാത്തോജൻ ആയിട്ടുള്ള റിട്രോവൈറസ് ആണ് നമ്മൾ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ കൊടുക്കുന്ന ഏതാണ്? ADA cDNA ആണ്. cDNA എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കോംപ്ലിമെന്ററി DNA ആണ്. cDNA means complementary DNA. That is a DNA which is formed from mRNA. mRNA യിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന,
അല്ലെ? mRNA-യിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ലാബിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന DNA ആണ് ഏത്? cDNA, കോംപ്ലിമെന്ററി DNA എന്ന് പറയുന്ന ഏത് പ്രോസസ്സാണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. DNA-യിൽ നിന്ന് RNA പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഏത്? ട്രാൻസ്ക്രിപ്ഷൻ. തിരിച്ചു വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അതാണ് cDNA. cDNA-യുടെ പ്രത്യേകതയും നിങ്ങൾക്കറിയാം, ഇറ്റ് വിൽ ഹാവ് ഓൺലി എക്സോൺസ്. കാരണം mRNA-യിൽ എന്ത് മാത്രമേ ഉള്ളൂ? എക്സോൺസ് മാത്രമേ ഉള്ളൂ, കോഡിംഗ് സീക്വൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കോംപ്ലിമെന്ററി DNA-യിലും എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? കോംപ്ലിമെന്ററി DNA-യിലും എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എക്സോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ, കോഡിംഗ് സീക്വൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. Then retroviral vectors are used in ADA gene therapy. Yes, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Then enzyme replacement therapy, ERT. ERT is completely curative എന്നാ പറയുന്നത്. തെറ്റല്ലേ മക്കളെ? അതായത് കൺവെൻഷണൽ മെത്തേഡ്സ് ആണ്. ജീൻ തെറാപ്പിക്ക് പകരം, അതായത് ADA ഡെഫിഷ്യൻസി ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവെൻഷണൽ ആയിട്ടുണ്ടായിരുന്ന ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന രണ്ട് മെത്തേഡ്സ് ആണ്. ഒന്ന് എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി, മറ്റൊന്ന് എന്തായിരുന്നു? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. രണ്ടിന്റെയും ഡ്രോബാക്ക്, ഡിമെറിറ്റ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ അത് തെറ്റാണ്. സോ A, B, C are correct. Option 1 is the right answer here. Move on to the next question. That is based on the next topic. ഏതാണ്? മോളിക്കുലാർ ഡയഗ്നോസിസ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. മോളിക്കുലാർ ഡയഗ്നോസിസിൽ PCR helps in early diagnosis of disease. കറക്റ്റ് അല്ലേ? എങ്ങനെയാണ്? PCR amplifies the nucleic acids. ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫൈ ചെയ്തിട്ട്, അല്ലെ? നമ്മളിപ്പോൾ കൊറോണ ടൈമിലൊക്കെ RT-PCR ചിലപ്പോഴൊക്കെ നിങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടാവും, ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അല്ലെ? RT-PCR. കാരണം കൊറോണ വൈറസ് ഏത് വൈറസ് ആണ്? RNA വൈറസ് ആണ്. അതുകൊണ്ടാണ് RT വരുന്നത്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അപ്പൊ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സിന്റെ പ്രത്യേകത. Then ELISA, it is based on antigen antibody interaction, either by the presence of antigen, അല്ലെങ്കിലോ ഒരു ആന്റിജൻ നമ്മുടെ ബോഡിയിൽ കയറിയാൽ നമ്മുടെ ബോഡി അതിനെ നശിപ്പിക്കാൻ അതിനെതിരെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ പ്രസൻസ് ടെസ്റ്റ് ചെയ്താലും മതി. അപ്പൊ ഒന്നുകിൽ ആന്റിജന്റെ പ്രസൻസ് ടെസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ആന്റിബോഡിയുടെ പ്രസൻസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. Then PCR amplifies nucleic acids. Conventional diagnostic methods always allow early detection. തെറ്റാണ്. ഏതാണ് കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്? സിറം അനാലിസിസും യൂറിൻ അനാലിസിസും ഒക്കെയാണ്, അല്ലെ? അത് സിംറ്റംസ് അപ്പിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. സോ ഏർലി ഡിറ്റക്ഷൻ പോസിബിൾ അല്ല. അപ്പോൾ A, B, C, option 1 is the right choice here. അടുത്ത ചോദ്യം, again molecular diagnostic techniques അതിനെ ബേസ് ചെയ്ത് തന്നെയാണ്. Mutated gene may fail to appear on photographic film during autoradiography. Mutated gene fail to appear on photographic film during photography. Why? Reason നോക്കാം. Probe fails to hybridize due to lack of complementarity with the mutated gene. Correct അല്ലേ? Yes. So correct reasoning ആണ് കൊടുത്തിരിക്കുന്നത്. Option 1 is the right answer here. അപ്പോൾ പ്രോബിന് ഏതുമായിട്ട് കോംപ്ലിമെന്റാരിറ്റി ഇല്ല? മ്യൂട്ടേറ്റഡ് ജീനുമായിട്ട് കോംപ്ലിമെന്റാരിറ്റി ഇല്ല. പ്രോബ് ഹാസ് കോംപ്ലിമെന്റാരിറ്റി, ശരിയല്ലേ? പ്രോബിന് കോംപ്ലിമെന്റാരിറ്റി ഉണ്ട്. ഏതുമായിട്ടാണ്? നോർമൽ ജീൻ. നോർമൽ ജീനുമായിട്ട് കോംപ്ലിമെന്ററി ആയിട്ടുള്ള പ്രോബാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? സോ എന്താണ് പ്രോബ് എന്ന് പറഞ്ഞാൽ നമുക്കത് അല്ലെ അറിയാവുന്നതാണ്. ന്യൂക്ലിക് ആസിഡ് ആണ്. ന്യൂക്ലിക് ആസിഡ് ടാഗ്ഡ് വിത്ത് റേഡിയോ ആക്റ്റീവ്, അല്ലെ? റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡിനെയാണ് നമ്മൾ പ്രോബായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ സെഷൻ റീസൺ കറക്റ്റ് അല്ലേ? അപ്പോൾ 3 ടെക്നിക്കാണ്. PCR-നെ കുറിച്ച് നമ്മൾ കണ്ടു. PCR ഈസ് നൗ റുട്ടീൻലി യൂസ്ഡ്, അല്ലെ? ഏതാണ്? എയ്ഡ്സ്, അല്ലെ? ഡയഗ്നോസിസിൽ, അതേപോലെ ക്യാൻസർ പേഷ്യൻസ്, ക്യാൻസർ ഡയഗ്നോസിസിൽ, അതേപോലെ അതർ ജനറ്റിക് ഡിസോർഡേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതേപോലെ എലീസ, അതേപോലെ പ്രോബ്, ദാറ്റ് ഈസ് ഓട്ടോറേഡിയോഗ്രഫി. Then നെക്സ്റ്റ് പോയിന്റ് വരുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, മാച്ച് ദ ഫോളോയിങ് വരുന്നത് ട്രാൻസെനിക് അനിമൽസിന്റെ യൂസസ്, അതിലെ ബയോളജിക്കൽ പ്രൊഡക്ട്സ്, ആ ഒരു ഏരിയയാണ്. റോസി ഒരു ട്രാൻസെനിക് കൗ ആണെന്ന് നമുക്കറിയാം. ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്, അല്ലെ? 2.4 gram per liter നമുക്കറിയാവുന്നതാണ്. റോസി ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്. ഏത് പ്രോട്ടീൻ ആണ് മക്കളെ? ആൽഫ ലാക്റ്റാൽബുമിൻ ആണ്. റോസിയുടെ മിൽക്കിൽ ഏതാണ് ഉണ്ടായിരുന്നത്? ഹ്യൂമൻ ബേബീസിന് വളരെ എന്താണ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആയിരുന്നു റോസിയുടെ മിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിനകത്ത് ഹ്യൂമൻ പ്രോട്ടീൻ ആണ് ഉണ്ടായിരുന്നത്, ആൽഫ ലാക്റ്റാൽബുമിൻ ആണ്. ദെൻ ട്രാൻസ്ജനിക് മൈസ് നമുക്ക് വാക്സിൻ ടെസ്റ്റിങ്ങിനൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കാരണം more than 95% of the total transgenic animal എന്താണ് developed so far are mice ആണ്. Okay, yes. Alpha 1 antitrypsin again used to treat emphysema, lung disorder ആയിട്ടുള്ള emphysema ട്രീറ്റ് ചെയ്യാനാണ് ബയോടെക്നോളജിയുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ആൽഫ 1 antitrypsin.
അഗൈൻ ട്രാൻസ്ജനിക് അനിമലിലാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്ജനിക് ഷീപ്പിലാണ് ഏത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ആൽഫ-1 ആന്റി ട്രിപ്സിൻ എന്ന് പറയുന്ന പിന്നെ എന്താണ് പ്രോട്ടീൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ ടോക്സിറ്റി ടെസ്റ്റിംഗ്, നമുക്ക് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ് എന്ന് കൂടി വിളിക്കാം. ടോക്സിറ്റി ടെസ്റ്റിംഗ്. സോ A2 B1 എന്ന് പറയുമ്പോൾ തന്നെ ആൻസർ ആയി അല്ലെ, C3D4. ഓക്കെ, അപ്പോൾ ബയോളജിക്കൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ട്രാൻസ്ജനിക് അനിമൽസിന്റെ യൂസസ് എന്ന ടൈറ്റിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കണ്ടത്. അടുത്തത് എത്തിക്കൽ ഇഷ്യൂസ്, എത്തിക്കൽ കൺസേൺ ബയോടെക്നോളജിയിലെ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. GEAC, ഇതിന്റെ എക്സ്പാൻഷൻ അറിയാമല്ലോ മക്കളെ, എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി, ഇന്ത്യയിലാണ് അല്ലെ, റെഗുലേറ്ററി അതോറിറ്റിയാണ്. എന്താണ് GEAC ചെയ്യുന്നത്? അതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സോ റെഗുലേഷൻ ഓഫ് GM ഓർഗാനിസം, A2 ഉള്ള ഓപ്ഷൻ കൊടുക്കാം. റെഗുലേഷൻ ഓഫ്, കാരണം GM ഓർഗാനിസം നമ്മൾ ഡയറക്ട്ലി എന്താണ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മേ ഹാവ് അൺപ്രഡിക്റ്റബിൾ റിസൾട്ട്സ് ഇൻ ദി നേച്ചർ, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അത് റെഗുലേറ്ററി അതോറിറ്റി അതിനാവശ്യമായിട്ട് വരുന്നത്. ദെൻ ബയോപൈറസി എന്ന് പറയുന്നത് എന്താണ്? അൺഓത്തറൈസ്ഡ് യൂസ് ഓഫ് ബയോ റിസോഴ്സ് ആണ്. ഓത്തറൈസ്ഡ് അല്ല, ഇല്ലീഗൽ ആണ്, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഈ പൈറസി അൺഓത്തറൈസ്ഡ് ആണ്, വേറൊരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഒരു റിസോഴ്സ് യൂസ് ചെയ്യുന്നത്, അതിന്റെ പേറ്റന്റ് എടുക്കുന്നത്. അതൊക്കെയാണ് ബയോപൈറസിയിൽ വരുന്നത്. ദെൻ ബസുമതി പേറ്റന്റ് ഇഷ്യൂ, അതൊരു ട്രഡീഷണൽ നോളജ് എക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് പറയാം. കാരണം ഇന്ത്യയിലെ ഫാർമേഴ്സ് എത്രയോ വർഷങ്ങളായിട്ട് ട്രഡീഷണൽ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ബസുമതി റൈസ് ആണ് അമേരിക്കൻ കമ്പനി, ടെക്സാസ് ബേസ്ഡ് ആയിട്ടുള്ള അമേരിക്കൻ കമ്പനി എന്ത് ചെയ്തത്? അതിന് പേറ്റന്റ് എടുത്തത് അല്ലെ. ആ സംഭവങ്ങളൊക്കെ ഇഷ്യൂസ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ദെൻ ഇന്ത്യൻ പേറ്റന്റ്സ് ബിൽ, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ബയോ റിസോഴ്സ് മിസ്യൂസ്. പിന്നെ പല രാജ്യങ്ങളും വന്ന് പൈറസി, അൺഓത്തറൈസ്ഡ് യൂസ് അല്ലെ, അവർ അതിന്റെ പേറ്റന്റ് കരസ്ഥമാക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അമെന്റ്മെന്റ് ഒക്കെ ഇന്ത്യൻ പേറ്റന്റ് ബില്ലിലൊക്കെ വരുന്നത്. ആ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. സോ A2 B1 എന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻ ആയി കഴിഞ്ഞു. ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ചോയ്സ് ഹിയർ. ദെൻ ഇത് ഓവറോൾ ജീൻ തെറാപ്പിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഒരു തവണ നീറ്റ് ചോദിച്ചപ്പോൾ നീറ്റ് ഇങ്ങനെയാണ് ചോദിച്ചത്: ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി വാസ് ഡൺ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ വരും ഏതാണ്? ADA ഡെഫിഷ്യൻസി ആണ്. പക്ഷെ നീറ്റിന്റെ ഓപ്ഷനിൽ അന്ന് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. നോക്കൂ, സ്കിഡ്, സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി റിസൾട്ടിംഗ് ഫ്രം ഡെഫിഷ്യൻസി ഓഫ് ADA. ഓക്കെ, ഓപ്ഷനിൽ അതുണ്ട്. അപ്പൊ കൺഫ്യൂസ്ഡ് ആവേണ്ടതില്ല. ADA ഡെഫിഷ്യൻസി ലീഡ്സ് ടു എന്താണ്? ഡിസ്ഫങ്ഷൻ ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ പറയുന്ന പേരാണ് ഇത് സ്കിഡ് എന്ന് പറയുന്നത്, സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത് ട്രാൻസ്ജനിക് അനിമൽസ് ആർ യൂസ്ഫുൾ ഫോർ. ദിസ് ഇസ് അനദർ നീറ്റ് PYQ. ട്രാൻസ്ജനിക് അനിമൽസിന്റെ ഉപയോഗങ്ങൾ അല്ലെ 1 2 3 4 5 എന്ന് പറഞ്ഞ് NCERT കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ സ്റ്റഡിങ് നോർമൽ ഫിസിയോളജി, യെസ്, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറിനെ കുറിച്ചുള്ള സ്റ്റഡി, വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിംഗിനുണ്ട് അല്ലെ, ഓർക്കുന്നില്ലേ? പോളിയോ വാക്സിന് മങ്കീസിനെ റീപ്ലേസ് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കെമിക്കൽ ടോക്സിസിറ്റി ടെസ്റ്റിംഗ്, പ്രൊഡക്ഷൻ ഓഫ് ബയോളജിക്കൽ പ്രൊഡക്ട്സ്, ഇതെല്ലാം ശരിയാണ് എന്നുള്ളതാണ്. സോ ഓപ്ഷൻ 4 ഇസ് ദി റൈറ്റ് ചോയ്സ് ഹിയർ അല്ലെ. യെസ്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസിലൂടെ ബയോടെക്നോളജി അപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ കവർ ചെയ്തത് മക്കളെ. അതിന്റെ എല്ലാ ടോപ്പിക്കും ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, വിഷ് യു ഗുഡ് ലക്ക്. ബൈ.